السلام عليكم ورحمة الله وبركاته. الرحيم الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. വെള്ളിയാഴ്ച ദിവസം ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചയിലെ പെരുന്നാൾ ദിവസമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളിൽ നിന്ന് മഹാന്മാരാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ആസാറുകളിൽ നിന്നെല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു ബഹുമാനിച്ചാദരിച്ച വളരെയധികം പ്രാധാന്യമുള്ള വലിയ ബറക്കത്തുള്ള ഇബാദത്തുകൾക്ക് വലിയ പ്രാധാന്യമുള്ള പ്രാർത്ഥനകൾക്ക് സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ദിവസങ്ങളും സമയങ്ങളുമാണ് വെള്ളിയാഴ്ച രാപ്പകലുകൾ എന്ന് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കളൊക്കെ അവിടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ദിവസത്തിൽ മറ്റിതര ദിവസത്തേക്കാൾ കൂടുതൽ പ്രാധാന്യവും പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയൊക്കെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരി, മുസ്ലിം റളിയല്ലാഹു അൻഹുമ ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവകൾ പറയുന്നുണ്ട്, മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യഗ്തസിലു റജുലുൻ യൗമൽ ജുമുഅഹ്, ഒരു വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ അദ്ദേഹം നന്നായി കുളിച്ച് വൃത്തിയായി വയതതഹറു മസ്തതഅ മിൻ തുഹ്രിൻ, പരമാവധി അദ്ദേഹം ശരീരവും അദ്ദേഹത്തിൻ്റെ വസ്ത്രവും ഒക്കെ ശുദ്ധീകരിച്ചു. അഥവാ നഖം വെട്ടി വൃത്തിയാക്കി, താടിയും മീശയുമൊക്കെ മീശ വെട്ടി ചെറുതാക്കി, താടി വെട്ടി ഒതുക്കി, അങ്ങനെ മുടി അതെല്ലാം ചടക്കുത്തിയതുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി പറക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വെട്ടി വൃത്തിയാക്കി, അങ്ങനെ നല്ല വൃത്തിയായി അദ്ദേഹത്തിൻ്റെ വസ്ത്രവും അതുപോലെ അഴുക്കിൽ നിന്നൊക്കെ വൃത്തിയാക്കി ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, അങ്ങനെ വയദ്ദഹിനു മിൻ ദുഹിനിഹി, അദ്ദേഹം ഉപയോഗിക്കുന്ന എണ്ണ അത് ഉപയോഗിച്ച് മുടിയിലും ശരീരത്തിലൊക്കെ എണ്ണ പുരട്ടി, അങ്ങനെ എല്ലാ നിലക്കും എന്തൊക്കെ നിലക്ക് വൃത്തിയാക്കാൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ വൃത്തിയാകണം. കാരണം വെള്ളിയാഴ്ച എന്നുള്ളത് മുഅ്മിനീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്ന, എല്ലാവരും ഒരു സ്ഥലത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു വലിയൊരു സമ്മേളനമാണ്. അപ്പോൾ അവിടെ ഒരുമിച്ച് കൂടുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ വ്യക്തിയെക്കൊണ്ട് മോശമായൊരു വാസന അതിൽ അത്തരം കാര്യങ്ങൾ വന്നുകൊണ്ട് ഒരു പ്രയാസപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി വൃത്തിയാകുക, നല്ല അത്തറ് പുരട്ടുക, അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയിലെ കുടുംബമൊക്കെ ഉപയോഗിക്കുന്ന നല്ല അത്തറ് പുരട്ടിക്കൊണ്ട് അങ്ങനെ പള്ളിയിലേക്ക് അദ്ദേഹം വന്നു. പള്ളിയിൽ അല്ലാഹു അദ്ദേഹത്തിന് കണക്കാക്കി സുന്നത്തും ഫർദുമായ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചു. ഖുതുബ നന്നായി ശ്രദ്ധിച്ച് കേട്ട് അങ്ങനെ നിസ്കാര ശേഷം 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമൊക്കെ നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വെള്ളിയാഴ്ച ഇപ്രകാരമെല്ലാം ചെയ്താൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വ ബൈന ജുമുഅത്തിൽ ഉഖ്റാ, അദ്ദേഹം പങ്കെടുത്ത ഈ വെള്ളിയാഴ്ച ഇനി ഇതുപോലെ അദ്ദേഹം പങ്കെടുക്കുന്ന അടുത്ത വെള്ളിയാഴ്ച അതിനിടയിലുള്ള പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അഫ്വു ചെയ്തു കൊടുക്കും, മാപ്പ് ചെയ്തു കൊടുക്കും. എന്ത് വേണം, അതിരാവിലെ തന്നെ കുളിച്ച് വൃത്തിയായി പള്ളിയിലേക്ക് നടന്നു പോവുക. അതുപോലെ തന്നെ പള്ളിയിലെത്തിയാൽ തന്നെയും രണ്ടാൾക്കിടയിൽ വിട്ടുപിരിപ്പിക്കാതെ അഥവാ മറ്റു ആളുകൾക്കിടയിൽ ചാടിക്കടന്നു പോകാതെ നേരത്തെ തന്നെ അതിന് എല്ലാ അവസരം വെക്കാതെ നേരത്തെ തന്നെ പള്ളിയിലെത്തിയിട്ട് അത് പരമാവധി മുൻസുഫിൽ തന്നെ ഇരുന്നു കൊണ്ട് ധാരാളം ഖുർആൻ ഓതുക, സൂറത്തുൽ കഹ്ഫ് ധാരാളം പാരായണം ചെയ്യുക. അതുപോലെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. വെള്ളിയാഴ്ച പകലിലൊരു സമയമുണ്ട്, ആ സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ആ സമയം പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അസ്റിന് ശേഷമുള്ള സമയമൊക്കെ ആ സമയമാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഉത്തരം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ധാരാളമായി പ്രാർത്ഥനകളിലൊക്കെയായി ഇങ്ങനെയായിരിക്കണം വിശ്വാസി വെള്ളിയാഴ്ചയെ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിനെയും മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ധാരാളം മഹത്വങ്ങളുള്ള ദിവസങ്ങളായതുകൊണ്ട്, രാവുകളായതുകൊണ്ട് തന്നെ പരമാവധി ഖൈറാത്തുകൾ ചെയ്തുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച എന്ന ആ ഒരു ചിന്തയോടുകൂടെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഒരാൾക്ക് സാധിച്ചാൽ പരലോകത്തെത്തുമ്പോൾ അവൻ നന്മയുടെ ഭാഗത്ത് ഇത് വലിയൊരു ഭാരമായി മാറുകയും പാപങ്ങളൊക്കെ പൊറുപ്പിക്കപ്പെട്ടതിലേക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുകയും ചെയ്യും. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള വലിയ സൗഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.